Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no messing. Recipes എല്ലാം വേറെ ലെവൽ. This is me and Jacob. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, വീണ്ടും നോൺ റെസിപ്പി സെഗ്മെന്റ് വീക്കെൻഡ് വിത്ത് അന്നമ്മ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സെഷൻസ് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇതുവരെ പെർഫെക്റ്റ് ബേക്കിങ്ങിനുള്ള ഹാക്സ് ഒക്കെ പറഞ്ഞു തന്നു. അത്യാവശ്യം എല്ലാം കവറായി. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നെന്ന്. താങ്ക് യു സോ മച്ച്. കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആവശ്യവും. അപ്പം ഇന്ന് ഞാനിവിടെ അതിൻ്റെ തേർഡ് പാർട്ടായിട്ട് ഫുൾ ഒരു കംപ്ലീറ്റ് ഗൈഡ് ഓഫ് ബേക്കിംഗ് ടൂൾസ് ആൻഡ് ആക്സസറീസ് ഇതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരാമെന്ന് വെച്ചിട്ടാണ്. ആദ്യം നമുക്ക് ബേക്കിങ്ങിന്റെ ബേസിക്സും ഹാക്സും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്ത ആക്സസറീസിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1 by 1 ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പാർട്ട് 3. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളിൽ മേടിക്കണം, എന്തൊക്കെ ബേക്കിംഗ് ആക്സസറീസ് മേടിക്കണം ചേച്ചി, അത് വേണം ഇത് വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അൺലെസ് നിങ്ങളൊരു ഹോം ബേക്കിംഗ് ഒരു പ്രൊഫഷണലായിട്ട് ഹോം ബേക്കിങ്ങിന് അല്ല, ഒരു നോർമൽ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ബേക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഇത്ര തിങ്സ് ഒന്നും വേണ്ട കേട്ടോ. വളരെ മിനിമലായിട്ട് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മതി. അല്ല, നമ്മൾ പ്രൊഫഷണലി പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തിരി കാര്യങ്ങൾ വേണ്ടൂ. പക്ഷെ എന്നാലും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ സ്വിങ്ങിൽ നല്ല രീതിയിൽ ബേക്കിംഗ് എല്ലാം മനസ്സിലാക്കി നല്ലൊരു കോൺഫിഡൻസ് വന്ന് എനിക്ക് എക്സ്പേർട്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നാതെ ഇത്രയും ആക്സസറീസും ടൂൾസും മേടിച്ച് വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട, പൈസ വേസ്റ്റ് ചെയ്യേണ്ട. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആസ് എ ബിഗിനർ ആവശ്യമെന്ന്. ഓക്കെ, ആസ് എ ബിഗിനർ നമുക്ക് ആവശ്യം ബേക്കിംഗ് പാൻസ് ഒക്കെയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കേക്ക് പാൻസ് കാണിച്ചു തരാമേ. അപ്പം ആദ്യം ഇതുപോലത്തെ കുറച്ച് പാൻസ് ആണ് ആവശ്യം. അപ്പം ഇത് ഞാൻ പണ്ട് ദുബായിലോട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ച അലുമിനിയം പാൻസ് ആണ്. ഇങ്ങനത്തെ എൻ്റെ സ്ക്വയർ ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് എനിക്ക് ഇതേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ വരുന്ന തിരക്കിന് ഞാൻ പെട്ടെന്ന് ഇത് മേടിച്ചുകൊണ്ടാ വന്നത്. ഇപ്പോഴും എനിക്കിത് എൻ്റെ ഫേവററ്റ് ആണ്. കാരണം അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗ്യാസ് ഓവണിലാണല്ലോ കുക്ക് ചെയ്യുന്നത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എളുപ്പം എന്താ പറയുക, ഹീറ്റ് അബ്സോർവായി നല്ല രീതിയിൽ ബേക്കായി കിട്ടും. അതോ എൻ്റെ മമ്മി, അതായത് മദറിലോ ആണ് ഇതൊക്കെ മേടിച്ച് തന്നെ ചൂസ് ചെയ്ത് വരുന്നേക്കാൻ മുന്നേ ആ ഒരു അറ്റാച്ച്മെന്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് എത്രയൊക്കെ പാൻസ് കിട്ടിയെങ്കിലും ഈ പഴയ ഈ പാൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം ഇതൊരു നോർമൽ അലുമിനിയം പാൻ ആണ്. ഇങ്ങനത്തെ പാന് നമുക്ക് നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ പാൻ കിട്ടും. ഇപ്പൊ മോസ്റ്റ്ലി നോൺ സ്റ്റിക് പാൻസ് ആണ് ഇപ്പോഴൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനത്തെയാണ് നോൺ സ്റ്റിക് പാൻ. ഇത് ബേസ് ബോട്ടം റിമൂവ് ചെയ്യുന്ന ടൈപ്പുള്ള പാനാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നോൺ സ്റ്റിക്കിൽ തന്നെ ഇങ്ങനത്തെ പ്രസ്റ്റീജിന്റെ ആണ് മോസ്റ്റ്ലി വരാറ്. ഒത്തിരി ഇങ്ങനത്തെ ഉണ്ട്. ഇപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഈ ഒരു അവസരത്തിൽ ഇവിടെ ദുബായിൽ കാലിഫോർണിയയിലും ലുലുവിലൊന്നും പാൻസ് കിട്ടുന്നില്ലല്ലോ ചേച്ചി, എന്താ ചെയ്യാന്ന്. അത് റീസൺ വേറെ ഒന്നുമല്ല, പാൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ലോക്ക്ഡൌൺ ആയപ്പം പ്രൊഡക്ഷൻ പ്രോബ്ലം കൊണ്ടാണ് ഇപ്പൊ പാൻസ് ഒന്നും വരാത്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ വിഷമിക്കണ്ട, ഞാനിപ്പോ ഇതില് പല കാര്യങ്ങളും ഞാൻ ആമസോണിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ആമസോണിൽ ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഓഫറിലൊക്കെ വരുമ്പോൾ നമുക്ക് ഡീലിൽ മേടിക്കാം, വിലക്കുറവിന് മേടിക്കാം. നല്ല സാധനങ്ങളായിരിക്കും. അവരുടെ പ്രോംപ്റ്റ് ആണ് ഡെലിവറി. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുന്നത്, ഡീലേഴ്സിന്റെ പ്രോഡക്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ മേടിക്കാം കേട്ടോ. ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർ മേടിച്ചു. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പാൻ എന്ന് പറയുന്നത് ബോട്ടം റിമൂവബിൾ ആണ്. അപ്പൊ കണ്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ റിമൂവ് ആയി. അപ്പം ഇതിലാവുമ്പോൾ നമുക്ക് ഇത് ബേക്കിംഗ് പേപ്പർ ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഇതിന്റെ ബോട്ടം വെച്ചിട്ട് ക്ലോസ് ചെയ്ത ശേഷം ആസ് യൂഷ്വൽ ബേക്കിംഗ് പേപ്പർ ഇട്ടാൽ മതി. ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ബേക്കിംഗ് പേപ്പർ വെക്കാൻ. ബേസിക്കലി ഇത് ചീസ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇങ്ങനത്തെ ഇതൊക്കെ ചീസ് കേക്ക്സ് ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്തത്. കാരണം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതങ്ങ് ഓപ്പൺ ചെയ്ത് എടുക്കുക, അതാണ് അതിന്റെ മെയിൻ പർപ്പസ്. അപ്പോൾ പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന അടുത്തൊരു ബോട്ടം റിമൂവബിൾ പാൻ ആണിത്. അതായത് ഇത് കണ്ടോ, ഇതിന് ഈ പറയുന്ന ഒരു ക്ലച്ച് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു റിമൂവബിൾ ബോട്ടം ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെങ്ങനെ ബേക്കിംഗ് പേപ്പർ ഇടുമെന്ന് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. വളരെ ഈസിയാണ്. ഒരു സ്ക്വയർ ഷേപ്പ് ബേക്കിംഗ് പേപ്പർ എടുക്കുക,
എടുത്തിട്ട് അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഇതിൽ കുറച്ച് ഓയിലോ ബട്ടറോ തൂത്ത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കുമ്പം ആ സ്ക്വയർ ആണല്ലോ, അപ്പൊ അതിന്റെ തുമ്പൊക്കെ ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി വരും ഇങ്ങനെ. അപ്പൊ ആ തുമ്പും അതിന്റെ ആ ബേക്കിംഗ് പേപ്പറിന്റെ സൈഡ്സ് ഒക്കെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് അവിടെ ടൈറ്റ് ആവും. അപ്പൊ നമ്മുടെ ബേക്കിംഗ് പേപ്പർ ഒക്കെ ആ സ്ക്വയർ ഷേപ്പിലുള്ളതായതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുക. അപ്പൊ അത് നല്ല രീതിയിൽ വലിച്ചു വെക്കുക, കട്ട് ചെയ്യണ്ട, വലിച്ചു വെക്കുക. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി കവറും ആവും, ബാറ്ററി ലീക്ക് ആവില്ല, ഇത് പ്ലേസിലിരിക്കുകയും ചെയ്യും. അങ്ങനെയാകട്ടെ ഇതിന്റെ ബേക്കിംഗ് പേപ്പർ ഇങ്ങനത്തെ പാനിൽ ഇടേണ്ടത്. അപ്പൊ ഇത് 9 ഇഞ്ച് പാനാണ്. അപ്പൊ നമുക്ക് പല ഇഞ്ചിന്റെ പാനുണ്ട്. ഇപ്പൊ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കോണം. 7 ഇഞ്ച് ആണോ, 8 ഇഞ്ച് ആണോ, 9 ഇഞ്ച് ആണോ എന്ന് നോക്കി മേടിക്കണേ. നമുക്ക് യൂഷ്വലി ബേക്കിംഗിന് 7 or 8 ഇഞ്ചിന്റെ പാനാണ് പെർഫെക്റ്റ്. ഒരു നോർമൽ റൗണ്ട് കേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വയർ കേക്കിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതാണ്. പിന്നെ അതിൽ കൂടുതൽ വലിയ വലിയ പരന്ന കേക്ക്സ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നെ 9, 10, 12ലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ചില പാൻ. പിന്നെ ബണ്ട് പാൻ എന്ന് പറയുന്നത് ഇത് 2 in 1 ആണ് കേട്ടോ. ഇതിൽ നോർമൽ ഇതുകൊണ്ട് ഈ ബണ്ടിന്റെ സംഭവമുണ്ട്. ബണ്ട് പാൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടം ഉള്ളതാണ്. അപ്പൊ നമ്മൾ ബാറ്റർ ഒഴിച്ചു വരുമ്പോൾ ഇത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ആയിരിക്കും നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത്. അപ്പൊ അത് റിംഗ് ഷേപ്പിൽ വരും. അതാണ് ഈ ബണ്ട് പാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഓൺ എ ലേറ്റർ സ്റ്റേജ്, അതായത് നമ്മൾ പ്രൊഫഷണലി എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ഒത്തിരി ബേക്കിംഗ് ചെയ്യുന്ന ആളാണ്, പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് മേടിച്ചാൽ മതി. ആസ് എ ബിഗിനർ ഞാൻ ഈ കാണിച്ച ആദ്യത്തെ നോർമൽ പാൻസ് ഇല്ലേ, ഇപ്പം റിമൂവബിൾ പോലും വേണമെന്നില്ല. ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥിരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ റിമൂവബിൾ ബോട്ടമിന്റെ പാനൊക്കെ മേടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ 7 to 8 ഇഞ്ച് പാൻ മതി. അത് അലുമിനിയത്തിന്റെ കിട്ടും, നോൺ സ്റ്റിക്ക്. അപ്പം ഇത് അതുപോലത്തെ തന്നെ കണ്ട ഇതിന്റെ പഴയ പാന് 7 ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പ് പാനാണ്. എനിക്ക് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ സിലിക്കോണിന്റെ കാര്യം പറഞ്ഞു. സിലിക്കോണിന്റെ കണ്ടോ, സിലിക്കോൺ ഇങ്ങനത്തെയാണ് സിലിക്കോൺ. ഇതിന്റെ എല്ലാ ടൈപ്പ് മോൾസും ഉണ്ട്. ഇത് ഞാനൊരു ഇഷ്ടത്തിന് മേടിച്ചാണ്. ഇത് ഹാർട്ട് ഷേപ്പ് ഉണ്ട്. അതുപോലെ കപ്പ് കേക്കിന്റെ മോൾസും ഉണ്ട്. സിലിക്കോണിലെല്ലാം അവൈലബിൾ ആണ്. അപ്പം എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നമ്മുടെ നോർമൽ കൺവെക്ഷൻ ഓവനിലൊക്കെ ഇതിങ്ങനെ വെക്കാം, നോ പ്രോബ്ലം. ഗ്യാസ് ഓവനിൽ ഇത് ഡയറക്റ്റ് വെക്കാവോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇത് ഡയറക്റ്റ് വെക്കാൻ പാടില്ല. നമ്മളൊരു ട്രേ അല്ലെങ്കിൽ അടിയിലൊരു എന്തെങ്കിലും ഒരു ബേസ് കൊടുത്തിട്ട്, അതായത് ഒരു പ്ലേറ്റോ എന്തെങ്കിലും കൊടുത്തിട്ട് ആ റാക്കിന്റെ മേലെ വെക്കണേ. കാരണം ഇത് ഡയറക്റ്റ് ആ ഒരു റോഡിൽ വെക്കരുത്. അത്രേ ഉള്ളൂ ഇതിന്റെ സംഭവം ഗ്യാസ് ഓവനിലാണെങ്കിൽ. അപ്പം ഇതൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ സിലിക്കോൺ മതിയെങ്കിൽ സിലിക്കോൺ മേടിക്കാം. അപ്പം ഇതും എക്കണോമിക്കലി കുറച്ച് ഫീസിബിൾ ആണ്. അലുമിനിയവും സിലിക്കോണൊക്കെ. നോൺ സ്റ്റിക്ക് ഇച്ചിരൂടെ കോസ്റ്റ്ലി ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓഫേഴ്സ് ഉള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ പിന്നെ ഉള്ളത് ലോഫ് പാൻ. ഇത് എൻ്റെ ഒത്തിരി വർഷത്തെ ലോഫ് പാൻ ആണ്. അപ്പം ഈ ലോഫ് പാൻ നമുക്ക് ബ്രെഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ലോഫ് പാൻ കൂടെ മേടിക്കുക. അപ്പം ബേക്കിങ്ങിൽ ബിഗിനർ ആകുമ്പോൾ കേക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പാൻസ് മതി. അല്ല ബ്രെഡും ബേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലോഫ് പാൻ മേടിച്ചാൽ മതി. ഇതിന്റെ ചില ആക്ച്വലി ബ്രെഡ് ടിൻ എന്നും പറഞ്ഞു സംഭവമുണ്ട്. ബ്രെഡ് ടിൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കാണാം. അതിന് മേളില് ഒരു ലിഡും കൂടെ കാണും. അപ്പൊ ആ ബ്രെഡ് എക്സാക്ട്ലി സ്ക്വയർ ഷേപ്പിൽ കിട്ടും. എൻ്റെ കയ്യിൽ അതില്ല. അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. അത് ബ്രെഡൊക്കെ നല്ല സ്ഥിരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ഈ ഈ ലോഫ് പാനൊക്കെ മേടിച്ചാൽ മതി. പിന്നെ ലോഫ് പാനിൽ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡ് മാത്രമല്ല, നമുക്ക് കേക്ക് ഉണ്ടാക്കാം, ടീ കേക്ക് ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പാനിന്റെ കാര്യം. പിന്നെ നമുക്ക് ആവശ്യം മെഷറിംഗ് കപ്സും മെഷറിംഗ് സ്പൂണൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീലാണുള്ളത്. എനിക്ക് പ്ലാസ്റ്റിക്കിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യകാലങ്ങളിലൊന്നും എൻ്റെ ഈ മെഷറിംഗ് കപ്പ് സ്പൂൺസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എല്ലാവരും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, പഠിച്ചാണോ? അല്ല കേട്ടോ, എല്ലാം തന്നെ പയറ്റി പഠിച്ചാ. അതായത് എനിക്ക് പേഴ്സണലി യൂട്യൂബ് ഒക്കെ നോക്കുന്നേക്കാളും എനിക്ക് റിട്ടൺ റെസിപ്പീസ് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അതിനോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്സ് ഇല്ല, മെഷറിംഗ് സ്പൂൺസ് ഇല്ല, എന്ത് ചെയ്യുന്നു? അപ്പം അതിനൊക്കെ ഒരു ചാർട്ടുണ്ട്. അതായത് 1 കപ്പ് ആണെങ്കിൽ 16 ടേബിൾ സ്പൂൺ ആണ് ഫ്ലോർ.
അതുപോലെ ആ ഒരു കണക്കൊക്കെ നോക്കിയായിരുന്നു ഞാൻ ബേക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ചാർട്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. അപ്പോൾ ആ ചാർട്ട് സേവ് ചെയ്ത് വെച്ചാൽ മതി. എങ്ങനെയാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാംസാണ്, എത്ര ഇത് ലിക്വിഡ് ആണെങ്കിൽ എത്ര ml, അല്ലെങ്കിൽ സ്പൂൺ കണക്കാണെങ്കിൽ എത്ര സ്പൂൺ. അപ്പം നമുക്ക് നമ്മൾ ടേബിൾ സ്പൂൺ വെച്ച് തന്നെ, ഞാൻ ടേബിൾ സ്പൂൺ വെച്ചൊക്കെയാണ് അളന്നിരുന്നത്. പിന്നെയാണ് ഇതൊക്കെ മേടിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒത്തിരി പൈസയൊക്കെ കളഞ്ഞ് ആസ് എ ബിഗിനർ ഒരുപാട് കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കണ്ട. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് പഠിച്ച് പിന്നെ മെല്ലെ ഇതൊക്കെ സമയം പോലെ നമ്മുടെ കാശൊക്കെ കയ്യിലുള്ള പോലെ മേടിച്ചാൽ മതി. അപ്പം ഇത് മെഷറിംഗ് കപ്പ്, ഇത് ഫ്ലോർ, ഷുഗർ, സോളിഡ്സിന്റെ കപ്പാണ്. ഇപ്പൊ എങ്ങനെ ഡിഫറൻസ് മനസ്സിലാക്കുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സിമ്പിൾ ആണ്. ഇങ്ങനെ സോളിഡ് മെഷർ ചെയ്യുന്ന കപ്സിൽ ഒന്നില്ലെങ്കിൽ ഗ്രാംസ് എന്ന് കാണും, എന്റെ കപ്പ് എന്നുള്ള ഗ്രാംസും ഉണ്ട്, ഗ്രാംസ് ആൻഡ് കപ്പ് എന്ന് കാണും. ഇത് സോളിഡിന് മാത്രമേ ഉപയോഗിക്കാവൂ, ഇതുകൊണ്ട് ലിക്വിഡ് അളക്കരുത്. പിന്നെ നമുക്കുള്ളത് സ്പൂൺസ് ആണ്. ഇപ്പം 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് 1/4 ടീസ്പൂൺ, അങ്ങനെ 1/2 ടീസ്പൂൺ ഒക്കെ ഈ സ്പൂൺസ് ആണ്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടും. അപ്പം ആക്ച്വലി സ്റ്റീല് നമ്മുടെ പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലാണ്. പക്ഷെ ഇത് ഞാൻ ഐക്യന്ന് മേടിച്ചാണ്. അപ്പം നമുക്കിങ്ങനെ ഓഫർ വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേക്കിംഗ് ടൂൾസ് ഒക്കെ എന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഐക്യന്നുള്ള ഷോപ്സിൽ, ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈൻ ആയിരിക്കും നല്ലത്. ഇതൊക്കെ നോക്കിയിരുന്ന് ഓഫർ വരുമ്പം നമുക്ക് നല്ല ഫീസിബിൾ ആണെന്ന് തോന്നുമ്പോൾ അങ്ങനെ മേടിച്ചാൽ മതി. അപ്പം അതായിരിക്കും നല്ലത്. അല്ലാതെ എടുത്ത് ചാടി ഒത്തിരി പൈസ ഒന്നും കളഞ്ഞങ്ങനെ മേടിക്കണ്ട. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെഷറിങ്ങിന് ആവശ്യമുള്ളത്. അപ്പം ലിക്വിഡിന് നമുക്ക് ശരിക്കും എൻ്റെ നല്ല വലിയ, ഞാൻ വലുതാ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇത്ര വലുതിൻ്റെ ആവശ്യമില്ല. ചെറിയ ലിക്വിഡ് ജാർസ് കിട്ടും, ഗ്ലാസിൻ്റെ കിട്ടും. അത് ഒത്തിരി എക്സ്പെൻസീവാണ്. ഇത് നോർമലി ഒരു എന്താ പറയുക ടപ്പർവെയർ പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതിൽ കണ്ടോ ലിറ്റർ ഉണ്ട്, ml ഉണ്ട്, 2 ഇതും ഉണ്ട്. അപ്പൊ അതുപോലെ കപ്സിന്റെ ലെവലുണ്ട്, ലിക്വിഡ് മെഷർമെന്റ്സ്. അപ്പം ഇതിലാണ് ലിക്വിഡ് ഇങ്ങനെയുള്ള മെഷർമെന്റ് ml, ലിറ്റർ, ഇതിലൊക്കെയാണ് നമ്മൾ ലിക്വിഡ് മെഷർ ചെയ്യേണ്ടത്, അല്ലാതെ സോളിഡിന്റെ അല്ല കേട്ടോ. കാരണം രണ്ടിനും വെവ്വേറെ ഇതാണ് മെഷർമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ലിക്വിഡ് മെഷർ ചെയ്യുന്നതിൽ ഫ്ലോർ സോളിഡ് എടുത്താൽ, സോളിഡ് മെഷർ ചെയ്യുന്ന ലിക്വിഡ് എടുത്താൽ അത് തെറ്റിപ്പോവും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ജാസിന് വലിയ വിലയില്ല. ഇതും ഇപ്പം കടയിൽ അവൈലബിൾ അല്ല ഈ ഒരു സിറ്റുവേഷനിൽ, ഓൺലൈനിൽ മേടിച്ചാൽ മതി. അപ്പം ഇതൊക്കെ മേടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇപ്പം ദുബായിലാണെങ്കിൽ നൂണിലുണ്ട്. പക്ഷെ എന്നെ ചോദിക്കുകയാണെങ്കിൽ ഓഫേഴ്സ് ഒക്കെ കൂടുതൽ വരുന്നത് അമേസോണിലാണ്. അപ്പം അതിൽ നിന്ന് മേടിക്കാം. നമുക്ക് കപ്പ് കേക്കിന് ഇതുപോലത്തെ കപ്പ് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ട്രേ മേടിക്കാം. അപ്പം ആസ് എ ബിഗിനർ ആദ്യം ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഇത് വേണമെന്നില്ല. പാനിൽ തന്നെ കപ്പ് കേക്ക് ലൈനേഴ്സ്, ഞാൻ കപ്പ് കേക്ക് ലൈനേഴ്സ് കാണിച്ചു തരാമേ. കപ്പ് കേക്ക് ലൈനേഴ്സ് ഇതുപോലെ കിട്ടും, ഇത് വലിയ വിലയില്ല. ഇതുപോലത്തെ കപ്പ് കേക്ക് ലൈനേഴ്സ് മേടിച്ചിട്ട് പാനിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കപ്പ് കേക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിന് ഓക്കെ ആവുമ്പോൾ മേടിച്ചാൽ മതി. പിന്നെ നമുക്കിപ്പം കുക്കീസ് ഇതൊക്കെ ബേക്ക് ചെയ്യാൻ ഇതിൻ്റെ പഴയ ട്രേ ആകട്ടോ, ഇത് അലുമിനിയ, ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ കിട്ടും. അപ്പോൾ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ട്രേ, ലോങ് ട്രേ മേടിച്ച് വെച്ചാൽ മതി. ട്രേ തന്നെ വേണമെന്നില്ല, ഒത്തിരി എപ്പോഴും കുക്കി ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ട്രേ ഒക്കെ മേടിച്ചാൽ മതി. പിന്നെ ഇതാണ് ബേക്കിംഗ് പേപ്പർ കേട്ടോ, പാർച്ച്മെന്റ് പേപ്പർ, ബേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇതാണ് വാക്സ് പേപ്പർ എന്നും പറയും. ഇത് മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എപ്പോഴും കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ബേക്ക് ചെയ്യുന്നതിന് ഒത്തിരി വിലയൊന്നുമില്ല. ഇത് മേടിച്ച് ഒരു റോൾ മേടിച്ച് വെച്ചാൽ മതി, അത്യാവശ്യം ഉപയോഗിക്കാം. അപ്പം നമ്മൾ ബേക്കിംഗ് പേപ്പർ, പാർച്ച്മെന്റ് പേപ്പർ കണ്ടു. പിന്നെ നമുക്ക് മെയിനായിട്ട് കേക്കിന് ആവശ്യം നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അപ്പം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എപ്പോഴും മേടിച്ചതിനും ഒരുപാട് വിലയൊന്നുമില്ല, മേടിച്ച് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ വലുതൊക്കെ മേടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു മേടിച്ചാൽ മതി. എക്സ്പയറി ഡേറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോണം, എക്സ്പയറി കഴിഞ്ഞാണെങ്കിൽ യൂസ് ചെയ്യരുത്. അപ്പം ഇതാണ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. പിന്നെ ഇത് ഗ്ലൗസ് ആണ്, ബേക്കിംഗ് ഗ്ലൗസ് ആണ്. ഇത് ശരിക്കും നമ്മൾ എപ്പോഴും ബേക്ക് ചെയ്ത് കഴിഞ്ഞ് പാൻ എടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. മിക്കവരും ചിലപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിൽ കൈ അങ്ങിടും. അങ്ങനെ ഇടരുത്. ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ബേക്കിംഗ് ഗ്ലൗ കിട്ടും, ഇതിന് ഒത്തിരി വിലയൊന്നുമില്ല. ഇതുപോലെ ഇത് മേടിച്ച് വെച്ചത് വാഷബിൾ ആണ്. ഇതിപ്പോൾ എൻ്റെ 4-5 വർഷമായതാണ്.
ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഒരു പെയർ ഓഫ് ഗ്ലോ മേടിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, നമ്മൾ കൈ സൂക്ഷിക്കണ്ടേ. പിന്നെ വേണ്ടിയത് നമുക്ക് എസെൻസ് ആണ്. അപ്പം ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ എസെൻസ് കിട്ടും. ഇപ്പം വാനില, പിന്നെ എന്താ പറയുന്ന സ്ട്രോബെറി, മാംഗോ, ബനാന, ലെമൺ, റാസ്ബെറി, എല്ലാ എസെൻസ്, ആൽമണ്ട്, എല്ലാ എസെൻസ് കിട്ടും. യൂഷ്വലി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പിന്നെയും ബട്ടർ സ്കോച്ച് എസെൻസ് അവൈലബിൾ ആണ്. ഇവിടെ ദുബായ്, UAE ബട്ടർ സ്കോച്ച് എസെൻസ് കിട്ടാറില്ല. അതിന് ഞാനിപ്പോൾ ഇന്ത്യയിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ബട്ടർ സ്കോച്ച് എസെൻസ് ആണ്. ബട്ടർ സ്കോച്ച് എസെൻസ് വേണം എന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് സോസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് അത് വിഷയമല്ല. പിന്നെ കിട്ടാത്തൊരു എസെൻസ് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ എസെൻസിന്റെ കാര്യം എടുത്ത് പറയുന്നത്. പിസ്ത എസെൻസ് ഇന്ത്യയിലാണെങ്കിലും കിട്ടാൻ പാടാം. കാരണം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരുപാട് ചിലവാകാറില്ല, അതുകൊണ്ട് ആരും പിസ്ത എസെൻസ് അങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വെക്കാറില്ല എന്നാ പറയുന്നത്. അപ്പൊ അതിന് പകരം എനിക്ക് ഇപ്രാവശ്യം കിട്ടിയതാണ് ഈ പിസ്ത പേസ്റ്റ്. ഇത് 2 ഇയേഴ്സിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ്. അപ്പം ഈ പേസ്റ്റ് സ്വല്പം എടുത്ത് യൂസ് ചെയ്താൽ മതി, എസെൻസ് ആയിട്ട് യൂസ് ചെയ്യാനാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ള ഇത് കിട്ടുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ഗ്രൈൻഡ് ചെയ്ത് ചേർത്താൽ തന്നെ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പം ആസ് എ ബിഗിനർ നമുക്ക് ഇതൊക്കെയാണ് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ബീറ്ററിന്റെ കാര്യം പറയാം. ഇപ്പം ആദ്യമൊക്കെ ബീറ്റർ കേക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന സമയമാകുമ്പം ബീറ്ററൊക്കെ മേടിച്ച് പൈസ കളയുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. കാരണം നമുക്ക് മിക്സർ ജാറിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എക്കണോമിക്കലി ഓക്കെ മേടിക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ബീറ്ററൊക്കെ മേടിച്ചാൽ മതി. ഇത് ഹാൻഡ് ബീറ്ററാണ് എൻ്റെ ഇത് RD കമ്പനിയുടെ ആണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. അപ്പം നല്ലത് മേടിക്കാൻ പാനസോണിക്, ഫിലിപ്സ്, പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഐക്കൺ, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ബീറ്റർ മേടിക്കാൻ 240, 250 വോൾട്സിൻ്റെ മേടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ പ്രൊഫഷണലി പോവുകയാണെങ്കിൽ, അതായത് നല്ല ബൾക്ക് എമൗണ്ടിലൊക്കെ കേക്ക് എപ്പോഴും ചെയ്യാൻ ഒക്കെ പോവുകയാണെങ്കിൽ, അതുപോലെ എസ്പെഷ്യലി ചില ബട്ടർ ക്രീമിനൊക്കെ നമ്മൾ കൈവിടാതെ ബീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇറ്റാലിയൻ മെറുങ്കോ അതൊക്കെ ആണെങ്കിൽ കൈവിടാതെ ബീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ടൈം സേവിങ് ആ ഒരു പ്രൊഫഷണൽ സ്റ്റേജിലൊക്കെ വരികയാണെങ്കിൽ മാത്രം ഒരു സ്റ്റാൻഡ് മിക്സർ മേടിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റാൻഡ് മിക്സർ നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഇത്രയും വർഷം കൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ അടുത്താണ് ഒരു സ്റ്റാൻഡ് മിക്സർ എനിക്ക് ഹസ്ബൻഡ് മേടിച്ചു തന്നത്. അപ്പം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ എന്നോട് ഒത്തിരി ചോദിച്ചായിരുന്നു വീഡിയോയിൽ കണ്ടിട്ട് ഏതാ സ്റ്റാൻഡ് മിക്സർ എന്ന്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ സ്റ്റാൻഡ് മിക്സറാ, എക്കണോമിക്കലായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ഡോവും, ബൾക്ക് എമൗണ്ട് ഓഫ് ഡോവും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്കിതുപോലെ ക്രീം, അതുപോലെ കേക്കിനുള്ള ബാറ്റർ, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ആ ഒരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ മേടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീറ്റർ മോർ ദാൻ ഇനഫ് ആണ്. അപ്പം ആദ്യമൊക്കെ ഒന്ന് പഠിച്ച്, അതായത് ഒന്ന് കോൺഫിഡൻ്റ് ആവുന്നവരെ മിക്സർ ജാറൊക്കെ മതി, ധാരാളം മതി, ചൂടാവാതെ അടിക്കണമെന്നേ ഉള്ളൂ. അപ്പം ആസ് എ ബിഗിനർ ഉടനെ ചാടിക്കയറി ബീറ്റർ മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ bye, stay safe.